വീഡിയോ ഒരിച്ചിരി ലെങ്ത് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ റീസെൻ്റായിട്ട് 2026 തുടങ്ങിയപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഒരുപാട് വീഡിയോസ് വന്നു. 2025 അവർക്ക് എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഷൂട്ടിന് വന്നതാണ്. അപ്പം ക്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കും തോന്നി. ഞാൻ ചുമ്മാ എനിക്ക് മനസ്സിൽ തോന്നിയ ആശയങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങ് പറയാം. ഇത് ഓർഡറൊന്നും കാണത്തില്ല. അപ്പം ഈ 2025 എനിക്ക് തന്ന മെയിൻ ഒരു പാഠം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു പരന്നു കിടക്കുന്ന ഒരു ഇച്ചിരി കാര്യങ്ങളിലേക്ക് തിരക്കാനും അറിയാനും ഇൻട്രസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് ഓരോ ആവശ്യപരപ്പോഴാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു നല്ല തുകയായി, ഒരു 1 ലക്ഷം അടുപ്പിച്ച് ചിലവായി. അപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആ പൈസ ഒന്ന് ബാലൻസിൽ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ച് നമ്മൾ കാര്യമൊക്കെ സാധിച്ചെടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു ഈ ഒറ്റ കാരണം കൊണ്ട് 3 വർഷത്തേക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്കീമുണ്ട്. നമുക്ക് EMI ആയിട്ട് വരെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാസം അടച്ചു പോകാൻ പറ്റും. അപ്പം നിങ്ങൾ എടുത്തു വയ്ക്കുക. ചിലപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇനി ഈ പ്രശ്നം ഉണ്ടായാൽ ഇത് ഉണ്ടാവരുത് എന്നാണ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുകൊണ്ട് എനിക്കൊരു ധൈര്യമാണ്. കാരണം നമ്മുടെ ഈ പൈസ ഇല്ലെങ്കിലും അഥവാ പൈസ ഉണ്ടെങ്കിലും ആ പൈസ സേഫ് ആയിരിക്കുമല്ലോ എന്നൊരു ചിന്ത നമുക്ക് തന്നു തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ എടുത്തതിന് ശേഷം വലുതായിട്ടൊന്നും നമുക്ക് ദൈവം സഹായിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് നമുക്കൊരു ധൈര്യം വന്നേ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ല, എടുക്കണം. ഞാൻ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം പഠിച്ചത് ഇതാണ്: നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി EMI എടുക്കാനോ ജാമ്യം നിൽക്കാനോ പോകാതിരിക്കുക. അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം എടുത്തു കൊടുക്കാൻ കേട്ടോ. ചില ആൾക്കാരുണ്ട്, നമുക്ക് അവർക്ക് സിബിൽ കാണത്തില്ല, പക്ഷെ അവർ നല്ല ക്വാളിറ്റിയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഒരു മൊബൈൽ എടുക്കാനായിരിക്കും, ആ മൊബൈൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വെച്ച് ക്രിയേറ്റീവ് ഐഡിയയിൽ അവർ നല്ല രീതിയിൽ വളരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ സഹായിച്ചാൽ അവർ തിരിച്ച് ആ പൈസ കറക്റ്റായിട്ട് ക്ലോസ് ആക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഈവൻ മൊബൈലാണെങ്കിൽ പോലും അതിനെ കളിപ്പാട്ടമായിട്ട് കാണുന്ന ആൾക്കാരെ സഹായിക്കുകയൊന്നും വേണ്ട. പക്ഷേ അതിനൊരു ആയുധമായിട്ട് കാണുന്ന ആൾക്കാരെയാണെങ്കിൽ ഉറപ്പായിട്ടും സഹായിക്കൽ തെറ്റൊന്നുമില്ല. കാരണം എന്നെ ഒരുപാട് പേര് ക്യാമറ മേടിക്കുന്നതിനും ലൈറ്റ് മേടിക്കുന്നതിനും ലാപ്ടോപ്പ് മേടിക്കുന്നതിനൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഞാൻ കൃത്യമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള കുറച്ച് കാര്യം പഠിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ സിബിൽ സ്കോർ നല്ല രീതിയിൽ താന്നുപോയി. അപ്പോൾ എനിക്ക് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് അറിയാൻ വേണ്ടിയായിട്ട് ഞാൻ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങി അവരോട് സംസാരിച്ച്. ഇപ്പോൾ അവിടെ നിന്ന് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കുറേ സൗഹൃദങ്ങളുണ്ടായി. ഈ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ കുറേ സൗഹൃദം ഉണ്ടായി. അങ്ങനെ കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യം എനിക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായത്. നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നു, ഒരു നമ്മുടെ എമൗണ്ട് വാങ്ങിച്ച് കാര്യങ്ങൾ സാധിച്ചു പോകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിത്തുടങ്ങി. പിന്നെ ഈ സിബിൽ സ്കോർ ബന്ധപ്പെട്ട് ഇങ്ങനെ ബാങ്കിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. കാരണം ആ ഒരു വീഴ്ചയിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാരണം അറിയോ, കുറേ കാര്യം പഠിക്കാൻ പറ്റി. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അതെങ്ങനെ കയറ്റി കൊണ്ടുവരാം. അപ്പം ഒരുപാട് പേര് സംസാരിച്ചു. അതായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സിബിൽ സ്കോർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനൊരു ഒരു അച്ചടക്കം ആ ഒരു സാമ്പത്തിക രീതിയിൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ നിശ്ചയം 2025 പകുതിയോട് കൂടിയായിരുന്നു. അപ്പം അന്ന് ഞാൻ സ്വർണ്ണമൊന്നും ഇട്ടില്ല, കാരണം പെട്ടെന്ന് സ്വർണ്ണമൊന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നീട് ഇനി അടുത്ത വർഷം കല്യാണം ഉണ്ടാവും. അപ്പം എന്തായാലും ഒരു താലിമാലയും ഒക്കെ വേണമല്ലോ. അതൊരു ഇമോഷണൽ കണ്ടൻറ്റുമാണ്, ഒരു നീക്കിയിരിപ്പുമാണ് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചെറിയ തുകകൾ മാറ്റി വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ആ തുകയുടെ വളർച്ച നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തന്നു. ഒരു അതിലേക്ക് വീണ്ടും ആ സാമ്പത്തിക കാര്യത്തിൽ ഇനിയും ഇറങ്ങി ചെല്ലണം തോന്നി തുടങ്ങി. അതായത് നമ്മളൊരു വിത്തിട്ട് ആ വിത്ത് കിളിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്താണോ അതുപോലൊരു ഫീലിങ്സ്. നമ്മളിപ്പോൾ 1 രൂപ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ഒരു പൈസ കൂടിയെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര വലുത്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ആ സന്തോഷം എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം എനിക്ക് ഈ ഒരു കാലയളവ് സാധ്യമാക്കി കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഒരുപാട് യാത്രകൾ എനിക്ക് ചെയ്യാൻ പറ്റി. ആ യാത്രയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയതും ഇതൊക്കെ ഒരുപാട് പാഠങ്ങൾ തന്നെയാണ്. പക്ഷേ എടുത്തു പറയത്തക്ക രീതിയിൽ എനിക്കുണ്ടായ മാറ്റം ഈ സാമ്പത്തിക കാര്യത്തിലുള്ള സംഭവം തന്നെയാണ്. നമ്മൾ ഇന്ന് ചെയ്തു വെക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ നാളത്തേക്ക് നമുക്കത് ഭയങ്കര
നീക്കിയിരിപ്പ് തന്നെയായിരിക്കും എന്നെനിക്കത് ശക്തമായിട്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എനിക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ വീഴ്ചകൾ അത് എന്നെ കൂടുതൽ കരുത്തനാക്കുന്നല്ല, എന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒരു സാഹചര്യം ഒരുക്കി തന്നു. എനിക്ക് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി അന്വേഷിക്കില്ലായിരുന്നു, തിരക്കില്ലായിരുന്നു. എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പൊയ്ക്കൊണ്ടിരുന്നേനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ടുള്ള വർഷങ്ങളിലേക്ക് ഒരു നല്ല പാഠം എടുത്തിരിക്കും. അത്രയൊക്കെ പറയുള്ളൂ, മതി.